നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. നെന്മേനി പഞ്ചായത്തിലെ 9 വയസ്സുകാരി മെഡിക്കൽ കോളേജിൽ. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ കേസ്. കാഞ്ഞിരത്തിനാൽ ഭൂമി സമരം 650 ദിവസം പിന്നിട്ടു. മദ്യശാല മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 10 ഇടതു മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തു നൽകിയെന്ന് സമരസമിതി. ചരിത്ര സംഭവമെന്നും സമിതി. വിശുദ്ധ റംദാനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. വയനാട്, മലപ്പുറം ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മാവോവാദി ചാവേർ ആക്രമണ ഭീഷണി. നക്സൽ ബാരി ദിനത്തിൽ മാവോയിസ്റ്റ് ദളങ്ങൾ ഒത്തുചേരുമെന്ന് സൂചന. മെയ് 30 ജില്ലയിൽ മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിടും. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. നെന്മേനി പഞ്ചായത്ത് നമ്പ്യാർകുന്ന് നറമാട് ആദിവാസി കോളനിയിലെ 9 വയസ്സുകാരി സീതയ്ക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസറും ചീരാൽ ഹെൽത്ത് ഇൻസ്പെക്ടറും അറിയിച്ചു. വയനാട്ടിൽ ഇത്തവണ റിപ്പോർട്ട് ചെയ്ത 4ാമത്തെ ഡിഫ്തീരിയ കേസാണിത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ എല്ലാവർക്കും വൈദ്യുതി ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 27 മന്ത്രി എം മണി കൽപ്പറ്റയിൽ നടത്തും. വൈദ്യുതി ഇല്ലെന്ന് സർവേയിൽ കണ്ടെത്തിയ 15,059 കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണ ലക്ഷ്യത്തിലേക്ക് വയനാട് കടക്കുന്നത്. ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി നിയോജക മണ്ഡലങ്ങളിൽ SC/ST പ്രൊമോട്ടർമാർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ നടത്തിയ സർവേയിലാണ് വൈദ്യുതി ലഭിക്കാത്ത 15,059 കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇതിൽ 12,841 BPL കുടുംബങ്ങളും 1,830 പട്ടികജാതി കുടുംബങ്ങളും 7,693 പട്ടികവർഗ കുടുംബങ്ങളുമായിരുന്നു. 566 പട്ടികവർഗ കോളനികളും ഇതിൽപ്പെടും. ഇവർക്ക് പൂർണ്ണമായി വൈദ്യുതി ലഭ്യമാക്കി. പുതുതായി 7 ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചു. 13,80 ലക്ഷം രൂപയാണ് ഇതിന് ചെലവായത്. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് ജില്ലയിലെ 3 MLAമാരുടെയും ഫണ്ടിൽ നിന്ന് ഓരോ കോടി രൂപ വീതം അനുവദിച്ചു. 35,43,009 രൂപ പട്ടികവർഗ വികസന വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങൾ 78,79,064 രൂപയും അനുവദിച്ചു. ബാക്കി തുക KSEB തനതു ഫണ്ടിൽ നിന്നും DDUG JY ഫണ്ടിൽ നിന്നും അനുവദിച്ചു. വയറിംഗ് നടത്താനുണ്ടായിരുന്ന 7,561 വീടുകളിൽ 7,358 വീടുകൾ KSEB വൈദ്യുതീകരിച്ചു. ഇതിൽ കൂടുതലും ആദിവാസി വീടുകളായിരുന്നു. വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിൽ ഭൂഗർഭ കേബിളുകൾ വഴിയാണ് വൈദ്യുതി എത്തിച്ചത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട് ജില്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് കേണിച്ചിറ, അപ്പാട്, അമ്പലവയൽ, ചുള്ളിയോട്, ചീരാൽ, കല്ലൂർ, നായ്ക്കട്ടി, ബത്തേരി, വാഗേരി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. റാലിക്ക് ദിലീപ്, പത്രോസ്, ജയൻ, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. നീതിക്ക് വേണ്ടി കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന സമരം 650 ദിവസം പിന്നിടുന്നു. വേനൽ അവധി കഴിഞ്ഞ് കോടതി ചേരുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജെയിംസും കുടുംബവും. വ്യാജരേഖയുണ്ടാക്കി വനം വകുപ്പ് അനധികൃതമായി കൈയേറിയ സ്വന്തം ഭൂമിക്കായി കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന സമരം 650 ദിവസം പിന്നിട്ടു. കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ മരുമകൻ ജെയിംസാണ് ഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട കലക്ട്രേറ്റ് പടിക്കൽ സമരം നടത്തുന്നത്. വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്നും വനപാലകർ കാഞ്ഞിരത്തിനാൽ ജോർജിനെ ആട്ടിയിറക്കുകയായിരുന്നു. തുടർന്ന് തലചായ്ക്കാനിടമില്ലാതെ ജോർജും ഭാര്യയും അനാഥാലയത്തിലും വാടക വീട്ടിലും കിടന്നാണ് മരിച്ചത്. അവരുടെ മരണശേഷമാണ് ജോർജിന്റെ മകൾ ട്രീസയുടെ ഭർത്താവ് കുറ്റിയാടി കട്ടക്കയത്തിൽ ജെയിംസ് സമരമേറ്റെടുത്തത്. ഏറ്റവും ഒടുവിലായി ബഹുജന പ്രക്ഷോഭത്തെയും ഇടപെടലുകളെയും തുടർന്ന് കാഞ്ഞിരത്തിനാൽ ഭൂമി വിഷയം അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി വയനാട് കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുൻ മാനന്തവാടി സബ് കളക്ടർ സാംബശിവറാവു അധ്യക്ഷനായ 3-അംഗ റവന്യൂ ഉദ്യോഗസ്ഥ സംഘം വിഷയം ആധികാരികമായി അന്വേഷിച്ച് കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. കലക്ടർ ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വനം വകുപ്പ് അന്യായമായിട്ടാണ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂമി പിടിച്ചെടുത്തതെന്നും മറ്റൊരു ഭൂമിയാണ് യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കേണ്ടിയിരുന്നതെന്നും കുടുംബത്തെ വഴിയാധാരമാക്കിയ 3 DFO അടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ജോർജിന്റെ ഭൂമി വനഭൂമിയാണെന്ന് തെളിയിക്കാനാവശ്യമായ രേഖകൾ സബ് കളക്ടർക്ക് മുൻപാകെ ഹാജരാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിരുന്നുമില്ല. സബ് കളക്ടർ ആവശ്യപ്പെട്ടിട്ടും പല രേഖകളും വനം വകുപ്പ് ഹാജരാക്കിയില്ല. ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 2009 അന്നത്തെ വിജിലൻസ് SP നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും വനം വകുപ്പിന്റെ തെറ്റായ നടപടികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല.
വനം വകുപ്പിന് തെറ്റുപറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അടിവരയിട്ട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സർക്കാരിനെ ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ച കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ കഴിയും. എന്നാൽ വനം വകുപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മാറി മാറി വരുന്ന സർക്കാരുകൾ നിസ്സംഗത പുലർത്തുകയാണ്. ഒരു കുടുംബത്തെ അന്യായമായി തെരുവിലിറക്കിയ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പൊതുസമൂഹവും സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും പ്രശ്നപരിഹാരം വൈകിയാൽ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിലേക്ക് പ്രക്ഷോഭങ്ങൾ വഴിമാറാൻ സാധ്യത ഏറെയാണ്. ഇതുവരെ സർക്കാർ കൊടുത്തില്ല റിപ്പോർട്ടും, ഇനി കൊടുത്താലും ഈ കോടതിയിൽ ഇനി കേസ് വരുമ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ റിപ്പോർട്ടല്ല, റിപ്പോർട്ട് കൊടുക്കുകയും വേണ്ട. കോടതിയിൽ ഈ 2 റിപ്പോർട്ട് എടുത്താൽ സർക്കാർ സത്യവാങ്യം കൊടുത്താൽ മതി. സർക്കാർ അന്വേഷണം നടത്തി ഭൂമി വനമല്ല, ആ ഭൂമി അല്ല ഇതെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് വണ്ണർത്തുകാർ സ്റ്റേ വാങ്ങിയ ഭൂമി ജോർജിന്റെ ഭൂമിക്കല്ല. അപ്പോൾ ആ ഭൂമി ഏതാണെന്ന് വണ്ണർത്തിന്റെ ആൾക്കാർ പറഞ്ഞാൽ മതി. അനുബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. പനമരത്തെ ജനവാസ കേന്ദ്രത്തിലെ മദ്യശാലയ്ക്ക് ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് 10 ഇടതു മെമ്പർമാർ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്തു നൽകിയതായി മദ്യശാല സമരസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിതെന്ന് സമരസമിതി. ഇത് ചർച്ച ചെയ്യാൻ നാളെ ഭരണസമിതി യോഗം വിളിച്ചതായും ഇവർ പറഞ്ഞു. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മകന്റെ പേരിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടിയത്. കൂടാതെ തൊട്ടടുത്ത കോളനിയിൽ നിന്നും നിശ്ചിത ദൂരപരിധിയില്ല എന്ന മറ്റൊരു പരാതിയിൽ ഹൈക്കോടതി 30-ാം തീയതിക്കകം മറുപടി നൽകണമെന്ന് എക്സൈസ് ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. 2 കോടതി വിധിയും പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്ന് ബിവറേജിനെതിരെ പ്രമേയം പാസാക്കിയിട്ടും ജനവാസ കേന്ദ്രത്തിൽ തന്നെ ബിവറേജ് കൊണ്ടുവരുന്നതിന് അണിയറ നീക്കം നടത്തുന്നതിന് ചില ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നതായി സമരസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി മോഹനന്റെ മകന് വേണ്ടി പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന മെമ്പർമാരും കൂടി വീണ്ടും അതേ സ്ഥലത്ത് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് രേഖകളുണ്ട്. തീർച്ചയായും സമരസമിതി ഒരു കാരണവശാലും അവിടെ തുറക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, 1-ാം തീയതി 2-ാം തീയതി സ്കൂൾ ആരംഭിക്കാൻ പോവുകയാണ്. സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഗ്രാമപഞ്ചായത്തിലെ സ്പെഷ്യൽ ഗ്രാമസഭകളിൽ ചേർത്തുകൊണ്ട് അവിടെ തുടങ്ങരുത് എന്ന് 400 ചില്ലറ മെമ്പർമാർ ഒപ്പിട്ട് ജനഹിതം മാനിക്കാത്ത മെമ്പർമാർക്കെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനും സമരസമിതി തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സമരസമിതി കൺവീനർ ശശി പോൾ, വൈസ് ചെയർമാൻ കെ അബ്ദുൽ അസീസ്, എ പുരുഷോത്തമൻ, വി അസീസ്, അബ്ബാസ് ടി കെ എന്നിവർ അറിയിച്ചു. വയനാട് ന്യൂസ്, പനമരം. വിശുദ്ധ റമദാന് വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ജീവചര്യകൾക്ക് അടുക്കും ചിട്ടയും വരുത്താനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരു മാസക്കാലം ജീവിതചര്യകൾക്ക് അടുക്കും ചിട്ടയും വരുത്താനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞും രാത്രിയിൽ പ്രാർത്ഥനാനിരതമായും വിശ്വാസികൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമാക്കും. ഇതിനായി ഓരോ പ്രദേശത്തും പള്ളികൾ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വീടുകളും പള്ളികളും വൃത്തിയാക്കിയും സൗകര്യങ്ങൾ ഒരുക്കിയും മോടികൂട്ടിയുമാണ് റംദാനെ വരവേൽക്കുന്നത്. പൊതുദിവസങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ച മതപ്രഭാഷണങ്ങളും ഉദ്ബോധന സദസ്സുകളും ഉണ്ടാകും. തദ്ദേശീയർക്കൊപ്പം യാത്രക്കാരെയും നോമ്പു തുറപ്പിക്കാനുള്ള സൗകര്യങ്ങളും പള്ളികളിലുണ്ട്. പള്ളികളിൽ ഇക്കുറി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാനാണ് തീരുമാനം. പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുള്ള ഗ്ലാസ്, പ്ലേറ്റ് തുടങ്ങിയവ നോമ്പുതുറകളിൽ ഉപയോഗിക്കില്ല. ഭക്ഷണത്തിനുള്ള പാക്കറ്റുകളും പ്രകൃതി സൗഹൃദമാക്കാനാണ് പള്ളി കമ്മിറ്റികളുടെ തീരുമാനം. അനുബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട്, മലപ്പുറം ജില്ലകളിൽ മലയോര പോലീസ് സ്റ്റേഷനുകൾക്ക് മാവോവാദി ആക്രമണ ഭീഷണി. പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗം ക്യൂ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന വയനാട്ടിൽ തിരിച്ചടിക്ക് ഒരുക്കങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. നക്സൽ ബാരി ദിനം പ്രമാണിച്ച് ഗറില്ല മേഖലകളിൽ മാവോയിസ്റ്റ് ദളങ്ങൾ ഒത്തുകൂടാൻ സാധ്യതയുണ്ടെന്നും വിവരമുണ്ട്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി, തിരുനെല്ലി, വെള്ളമുണ്ട, കേണിച്ചിറ, മേപ്പാടി സ്റ്റേഷനുകൾക്കും മലപ്പുറം ജില്ലയിൽ 7ഓളം പോലീസ് സ്റ്റേഷനുകൾക്കുമാണ് ഭീഷണി. ചാവേർ ആക്രമണ സാധ്യത കർണാടക, കേരള പോലീസ്, ഇന്റലിജൻസും തള്ളിക്കളയുന്നില്ല. നിലമ്പൂർ മേഖലയേക്കാൾ ജനകീയ പിന്തുണ മാവോയിസ്റ്റുകൾക്ക് വയനാട്ടിലുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലമ്പൂരിലെ വരയന്മല ഏറ്റുമുട്ടലിന് പ്രതികാരം ചെയ്യാൻ മാവോവാദികൾ തയ്യാറായതായാണ് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അതേസമയം നക്സൽബാരി കലാപത്തിന്റെ 50-ാം വാർഷികമായ മെയ് 25 പ്രമാണിച്ച് മലപ്പുറം, വയനാട് മേഖലയിൽ പോലീസ് അതിജാഗ്രതയിലാണ്. നക്സൽബാരി വാർഷികത്തിന് വിവിധ മാവോയിസ്റ്റ് ദളങ്ങൾ വയനാട്, മലപ്പുറം അതിർത്തി വനങ്ങളിൽ ഒത്തുകൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്.
ചെട്ടിയാലത്തൂർ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ കേന്ദ്ര ഫണ്ട് അടിച്ചുമാറ്റാൻ അനർഹർ തിക്കിത്തിരക്കുന്നതായി റിപ്പോർട്ട്. പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം പ്രദേശത്ത് താമസമാക്കിയവർ, താമസിക്കാൻ മറ്റു സൗകര്യങ്ങളുള്ളവർ, വല്ലപ്പോഴും മാത്രം വന്ന് താമസിക്കുന്നവർ തുടങ്ങിയവർ പദ്ധതിയിൽ അപേക്ഷ നൽകിയതായി സൂചന. മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിൽ 6-3-17 വരെ 110 അപേക്ഷകൾ ലഭിച്ചതിൽ പലരും യോഗ്യതാ വിഭാഗത്തിൽ പെടാത്തവർ. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ 18 വയസ്സ് പൂർത്തിയായയാളെ ഒരു കുടുംബമായി പരിഗണിച്ച് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. 14 സെറ്റിൽമെന്റുകളിലായി 800 കുടുംബങ്ങളെയാണ് യോഗ്യതാ കുടുംബങ്ങളായി ജില്ലയിൽ കണക്കാക്കിയത്. ഇതിൽ 9 സെറ്റിൽമെന്റുകളിലെ 200 കുടുംബങ്ങളെ ഇതിനകം മാറ്റി താമസിപ്പിച്ചു. ഗോളൂർ, അമ്മവയൽ, പൊട്ടങ്ങര, വെള്ളക്കോട്, പുത്തൂർ, മണിമുണ്ട, കുറിച്യാട്, തോൽപ്പെട്ടി റേഞ്ചിലെ നരിമാന്തിക്കൊല്ലി, പാമ്പുകൊല്ലി, ഈശ്വരകൊല്ലി തുടങ്ങിയ സെറ്റിൽമെന്റുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച പലർക്കും ഇതുവരെ പ്രഖ്യാപിച്ച പണം പൂർണ്ണമായി കിട്ടിയിട്ടില്ലെന്ന് പരാതിയുണ്ട്. ചെട്ടിയാലത്തൂർ വനമേഖലയിൽ 232 കുടുംബങ്ങളാണ് പുനരധിവാസത്തിന് യോഗ്യരായവർ. 110 പേരാണ് മാറ്റിപ്പാർപ്പിക്കുന്നതിന് അപേക്ഷ നൽകിയതെങ്കിലും ഇതിൽ പലരും കേന്ദ്ര ഫണ്ട് കൈപ്പറ്റാൻ കുറുക്കുവഴി തേടുന്നവരാണ്. അപേക്ഷ നൽകി എന്നതുകൊണ്ട് മാത്രം എല്ലാവരും യോഗ്യതാ ലിസ്റ്റിൽ വരില്ലെന്ന് ബത്തേരി വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസ് അറിയിച്ചു. ചെട്ടിയാലത്തൂർ സെറ്റിൽമെന്റിൽ ആദ്യഘട്ട അപേക്ഷാ പരിശോധന തുടങ്ങിയിട്ടില്ല. സ്പോട്ട് വെരിഫിക്കേഷനും നടത്തിയിട്ടില്ല. പുനരധിവാസം പൂർത്തിയായ സെറ്റിൽമെന്റുകൾ വനം വകുപ്പിന്റെ ലീസ് ഭൂമിയായിരുന്നതുകൊണ്ട് നടപടിക്രമങ്ങൾ എളുപ്പമായിരുന്നു. ചെട്ടിയാലത്തൂരിൽ റവന്യൂ ഭൂമിയിൽ നിന്നാണ് പുനരധിവസിപ്പിക്കേണ്ടത്. ഒട്ടേറെ രേഖകൾ പരിശോധിക്കാനുണ്ട്. 2006-ൽ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര പ്രഖ്യാപനം വന്നതിന് ശേഷം ചെട്ടിയാലത്തൂരിൽ താമസമാക്കിയവരും പുനരധിവാസത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 2012-ൽ തുടങ്ങിയ മാറ്റിപ്പാർപ്പിക്കൽ 5 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായിട്ടില്ല എന്നതാണ് ഇതിലെ വാർത്ത. ഇനിയും ഒഴിപ്പിക്കാത്ത സെറ്റിൽമെന്റുകളിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആശങ്കകളുടെ നടുവിലാണ്. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ആദിവാസി കുട്ടികളുടെ പഠനം ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ MLA-മാരും കൈകോർക്കുന്നു. ഈ മാസം 28-ന് ജില്ലയിലെ മുഴുവൻ കോളനികളിലും മണ്ഡലാടിസ്ഥാനത്തിൽ MLA-മാരുടെയും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സന്ദർശനവും ബോധവൽക്കരണവും നടക്കും. ജില്ലയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘങ്ങളായി ഗൃഹസന്ദർശനവും കുട്ടികളുടെ കണക്കെടുപ്പും നടത്തണം. MLA-മാരുടെ ക്ഷണക്കത്തുകൾ ഇവർ കോളനികൾ തോറും വിതരണം ചെയ്യും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ ആദിവാസി കോളനികളിലും അധികൃതർ സന്ദർശനം പൂർത്തിയാക്കി സർവേ റിപ്പോർട്ടുകൾ അതാത് വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരെ ഏൽപ്പിക്കണം. വകുപ്പിലെ ഓരോ ജീവനക്കാരും ഏതൊക്കെ പ്രദേശത്തെ യജ്ഞത്തിൽ പങ്കാളികളായത് എന്നതിന്റെ വിശദാംശങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകണം. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ, ആശാവർക്കർമാർ എന്നിവരുടെയും സഹകരണവും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലുണ്ടാകും. വാഹന സൗകര്യമില്ലാത്തവർക്കും വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശത്തും കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഗോത്രസാരഥി പദ്ധതി ഇത്തവണയും തുടരും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പെരുമഴക്കാലം വരവറിയിച്ച് ഇടിമുഴക്കി നിൽക്കുമ്പോൾ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ പാരമ്പര്യ കുടിലുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ഷെഡുകളിലേക്ക് പറിച്ചുനട്ട ആദിവാസി കുടുംബങ്ങൾ അതിജീവനത്തെക്കുറിച്ചോർത്ത് നെടുവീർപ്പിടുകയാണ്. എല്ലാവർക്കും വീട് എന്നൊക്കെ കേൾക്കുന്ന പ്രഖ്യാപനങ്ങളിലെ ചോദ്യചിഹ്നങ്ങളുമാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. മുഖ്യധാരാ ജീവിതത്തിനു പുറത്ത് വെളിമ്പുറമ്പുകളിലെ ഇവരുടെ നിശബ്ദ മുറവിളികൾ കേൾക്കാൻ ആരുമില്ല. ഒന്നുകിൽ കരാറുകാരൻ ചതിച്ചതിനാൽ, അല്ലെങ്കിൽ മോക്ഷം നൽകുമെന്ന് പ്രഖ്യാപിച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ ചതിച്ചതിനാൽ ഡസൻ കണക്കിന് കുടുംബങ്ങൾ പ്ലാസ്റ്റിക് ഷെഡുകളിൽ മഴക്കാലത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. നെന്മേനി പഞ്ചായത്തിലെ നല്ലൂർ കോളനിയിലെ ചന്ദ്രനെയും ഭാര്യ ശാന്തയെയും 3 കുട്ടികളെയും അവരുടെ പ്ലാസ്റ്റിക് ഷെഡിനെയും കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട് ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഗോത്രക്കുടി കരാറുകാരൻ പറഞ്ഞതനുസരിച്ച് പൊളിച്ചു നീക്കി പുതിയ വീടിന് തറകെട്ടി വീടുണ്ടാക്കാനായി സർക്കാർ അനുവദിച്ച പണവുമായി കരാറുകാരൻ മുങ്ങി. തറയുടെ മേൽ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി അതിനകത്ത് കാലാവസ്ഥാ ഭേദങ്ങൾ അനുഭവിച്ച് കഴിയുകയായി ചന്ദ്രന്റെയും കുടുംബത്തിന്റെയും വിധി. നല്ലൂർ കോളനിയിൽ തന്നെ കുപ്പി ചന്ദ്രൻ, പാട്ടത്ത് കോളനിയിലെ മടുങ്ങ ചന്ദ്രൻ, കറുപ്പൻ, അങ്ങനെ എത്രയോ ഭവനരഹിതരുടെ പട്ടിക നിരത്താൻ കഴിയും. യഥാസമയം പണം വിനിയോഗിക്കപ്പെടാതെ പോയതുകൊണ്ട് വീടിന്റെ പണം നഷ്ടമായവർ, അങ്ങനെ ഫയലുകളുടെയും ചട്ടങ്ങളുടെയും പേരിൽ വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരും നിരവധിയുണ്ട് വയനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ. മഴക്കാലത്ത് ഇവരുടെ ഷെഡുകൾക്കുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല. ജനസംഖ്യയിലും പിന്തുടർച്ചയിലും അന്യം നിന്ന് പോകുന്ന ആദിവാസി വിഭാഗങ്ങളുടെ വംശഹത്യയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുടെ കൈകളിൽ എന്തുണ്ട് മറുമരുന്ന് എന്നതാണ് പ്രധാന ചോദ്യം. ആരുണ്ടാക്കി കൊടുക്കും ഇവർക്ക് അന്തി ചായാൻ ഒരു വീട്? ഫ്ളാറ്റ് വേണ്ട, ഒരു വീട് മതി. ട്രൈബൽ വകുപ്പ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരൊന്നും വന്നിട്ടേ ഇല്ല. അന്നൊരു ദിവസം വന്ന് അവർ പോയി. വീട് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരും പറഞ്ഞിട്ട് അവരും പോയി. നാളെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, പറയാ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും വീടും ഇല്ല, ആളും ഇല്ല. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ.
വെള്ളമുണ്ട 8-4 അൽഖറായ ഫൗണ്ടേഷൻ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി എം എം മണി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. OR കേളു MLA അധ്യക്ഷനായ ചടങ്ങിൽ MI ഷാനവാസ് MP മുഖ്യപ്രഭാഷണം നടത്തും. MLAമാരായ IC ബാലകൃഷ്ണൻ, CK ശശീന്ദ്രൻ, C മമ്മൂട്ടി, KM ഷാജി എന്നിവർ പങ്കെടുക്കും. പ്രവാസി വ്യവസായി കുനിങ്ങാരത്ത് അബ്ദുൽ നാസറാണ് 10 ഡയാലിസിസ് മെഷീൻ അടക്കം 3000-ഓളം സ്ക്വയർ ഫീറ്റ് കെട്ടിടം സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവും വടകര തണലും കൂട്ടായാണ് നിർവഹിക്കുക. വി തങ്കമണി, ഇബ്രാഹിം കൈപ്പാണി, എ ജോണി, സാബു പി ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും മേപ്പാടി മിംസ് പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കറാമ, ഒമാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കറാമ സെന്റർ വെള്ളമുണ്ട 8-4 ഏതാണ്ട് 2 കോടി രൂപയിൽ അധികം മുതൽ മുടക്കിയുള്ള ഒരു ഡയാലിസിസ് സെന്റർ സൗജന്യമായി നമുക്ക് നിർമ്മിച്ചു തരും. കേരള NGO അസോസിയേഷൻ മാനന്തവാടി ബ്രാഞ്ച് സമ്മേളനം വ്യാപാര ഭവനിൽ സംസ്ഥാന ട്രഷറർ EN ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് CG ഷിബു അധ്യക്ഷനായിരുന്നു. ഉമാശങ്കർ, വി മനോജ്, ജയപ്രകാശ്, PH അഷറഫ്, BC സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യോമസേന റിക്രൂട്ട്മെന്റ് റാലിക്ക് കൽപ്പറ്റയിൽ തുടക്കമായി. ജില്ലയിൽ ആദ്യമായാണ് വ്യോമസേന റിക്രൂട്ട്മെന്റ് റാലി നടക്കുന്നത്. 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. SKMJ സ്കൂളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലി 30 വരെ നീളും. വ്യോമസേന റിക്രൂട്ട്മെന്റ് റാലിക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എയർഫോഴ്സ് അധികൃതർ പൂർത്തിയാക്കിയിരുന്നു. വയനാട് ജില്ലയിൽ നിന്നുള്ള 400 പേർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 2500-ഓളം പേർ പ്രീ രജിസ്ട്രേഷൻ അവസരത്തിനായി എത്തിയിരുന്നു. 1997 ജൂലൈ 7-നും ഡിസംബർ 20-നും ഇടയിൽ ജനിച്ച +2 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. വരുന്ന 6 ദിവസങ്ങളായി നടത്തുന്ന റാലി ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് നടത്തിപ്പ് ചുമതല വഹിക്കുന്ന കേണൽ വർഗീസ് പറയുന്നു. ഓട്ടോ ടെക്നീഷ്യൻ, ഗ്രൗണ്ട് ട്രെയിനിംഗ് ഇൻസ്പെക്ടർ, ഇന്ത്യൻ എയർഫോഴ്സ് പോലീസ്, മെഡിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. വയനാട് ജില്ലയിൽ വെച്ച് ആദ്യമായി നടക്കുന്ന റാലി ഏറെ പ്രതീക്ഷയോടെയാണ് ഉദ്യോഗാർത്ഥികളും വയനാടൻ ജനതയും കാണുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് റാലി വയനാട്ടിൽ ആദ്യമായിട്ട് വയനാട്ടുകാർക്കും നോർത്ത് മലബാറിലുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിനും വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് റാലി ഇന്ന് തൊട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസവും ഈ മാസത്തെ ബിഗിനിങ്ങിലും നമ്മൾ അഡ്മിറ്റ് കാർഡ് കൊടുത്ത് അപേക്ഷാർത്ഥികളെ എടുത്തിട്ടുണ്ടായിരുന്നു. 1700-ഓളം കാൻഡിഡേറ്റ്സിന് ഇന്നത്തെ പരീക്ഷയിലേക്ക് വേണ്ടി അഡ്മിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ അത്രയും ആൾക്കാർ കുട്ടികൾ വന്നില്ല. ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും 1700-ഓളം കുട്ടികളാണ് പ്രതീക്ഷിച്ചത്. അവർ മൊത്തത്തിൽ എല്ലാവരും വന്നില്ല. വന്നേക്കുന്ന കുട്ടികളൊക്കെ എല്ലാവരും നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞു. രണ്ടാമത്തെ ഷിഫ്റ്റിൻ്റെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഷിഫ്റ്റിൻ്റെ എക്സാം ഇത് കഴിഞ്ഞിട്ട് നടക്കും. അവരുടെ ഇന്നത്തെ ഈ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു റിട്ടൺ ടെസ്റ്റും ഉണ്ടാവും. ആ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പാസ്സാവണ ഓരോ സ്റ്റേജിൽ പാസ്സാവണ കുട്ടികൾ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മെയ് 30-ന് ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിടും. മരുന്നുകളുടെ ദുരുപയോഗത്തിന് കാരണമാവുന്ന ഓൺലൈൻ ഫാർമസിയും പോർട്ടലും നടപ്പാക്കരുതെന്ന ഔഷധ വില നിയന്ത്രണ ഉത്തരവ് പരിഷ്കരിച്ച് ഗുണനിലവാരമുള്ള മരുന്നുകൾ ഒരേ വിലയ്ക്ക് എല്ലായിടത്തും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഔഷധ വ്യാപാരികൾ രാജ്യവ്യാപകമായി കടയടപ്പ് സമരം നടത്തുന്നതെന്ന് വ്യാപാരികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി എൻ നാസർ, ജില്ലാ സെക്രട്ടറി TP കുഞ്ഞുമോൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AICDA എന്ന ഞങ്ങളുടെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ മൊത്തമായും ഉള്ള ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മരുന്ന് കടകൾ ഒരു ദിവസം അടച്ചിടാൻ തീരുമാനിച്ച വിവരം ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മരുന്നുകൾ ഒരു മാനദണ്ഡവും ഇല്ലാതെ മരുന്ന് സപ്ലൈ വരുന്ന ഒരു സാഹചര്യം ആണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. കാട്ടാന ഭയത്തിൽ ബത്തേരി ടൗൺ നിവാസികൾ. ഗണപതി ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് രാത്രികാലങ്ങളിൽ ആനപ്പേടിയിൽ കഴിയുന്നത്. കാടിറങ്ങിയെത്തുന്ന ആനകൾ മനുഷ്യജീവന് ഭീഷണിയാവുന്നതിനൊപ്പം കാർഷിക വിളകളും നശിപ്പിക്കുകയാണ്. കാട്ടാനകളെ തടയുന്നതിന് മാർഗം കാണണമെന്നാണ് ആവശ്യം. ബത്തേരി ടൗണിൽ നിന്നും കേവലം 10 മീറ്റർ മാത്രം മാറിയാണ് കാട്ടാനകൾ രാത്രികാലങ്ങളിൽ താവളമാക്കുന്നത്. ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങിയാൽ ബത്തേരി ടൗണിലെത്തും. സന്ധ്യ മയങ്ങുന്നതോടെ കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ പ്രദേശത്തെ കവുങ്ങ്, തെങ്ങ്, വാഴ തുടങ്ങിയ വിളകൾ നശിപ്പിക്കുകയാണ്. ഇതുകൂടാതെയാണ് മനുഷ്യജീവനും ഭീഷണിയായി മാറുന്നത്. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കാട്ടാന ഇവിടെ എത്തുന്നതെന്നാണ് പ്രദേശവാസിയായ സുരേഷ് പറയുന്നത്. 10-70 കൊല്ലമായി നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇതുവരെയും ആന ശല്യം ഉണ്ടായിരുന്നില്ല. ഈ കൊല്ലാണ് ആദ്യമായിട്ട് വരുന്നത്. അത് ഇവിടെ വന്നിട്ട് വാഴ ഇതൊക്കെ നശിപ്പിക്കുകയാണ്. പിന്നെ 10 മീറ്ററേ ഉള്ളൂ ടൗണിലേക്ക്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇത് എല്ലാം കൂടി ആൾക്കാരൊക്കെ ഇതാവില്ല, കൊല്ലൂലേ.
അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെയ്ത് തരണം അധികാരി. തീറ്റയും വെള്ളവും തേടിയാണ് കാട്ടാനകൾ കാടിറങ്ങുന്നത്. ഇവ പ്രദേശത്തെ ആൾതാമസമില്ലാത്ത പുരയിടങ്ങളിലെ കാടുകയറിയ തോട്ടങ്ങളിലെ പ്ലാവുകളിലെ ചക്ക തിന്നുന്നതിനായാണ് വരുന്നത്. ഇത്തരം ഫലവർഗ്ഗങ്ങൾ നീക്കം ചെയ്യണമെന്നും ആൾതാമസമില്ലാത്ത പറമ്പുകളിലെ കാട് വെട്ടിത്തെളിച്ച് ആനകൾ കാടിറങ്ങുന്നത് തടയണമെന്നുമാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. കനത്ത വേനലിൽ വെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെട്ടപ്പോഴും പരമ്പരാഗതമായി ചെയ്തു വന്ന നെൽകൃഷിയെ കൈവിടാതെ മാതമംഗലം നെൽക്കതിർ കർഷക സംഘം വെള്ളം കിട്ടാതായതോടെ കുഴൽക്കിണർ കുഴിച്ചാണ് കൃഷിക്കാവശ്യമായ വെള്ളം കണ്ടെത്തിയത്. 4 ഏക്കർ സ്ഥലത്താണ് ഇവർ പുഞ്ചകൃഷി ചെയ്ത് വിളവെടുത്തത്. കനത്ത വേനലിൽ വെള്ളം കിട്ടാതെ ജില്ലയിൽ പുഞ്ചകൃഷി ഇല്ലാതായ സാഹചര്യത്തിലും പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്ന നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ് മാതമംഗലത്തെ നെൽക്കതിർ കർഷക സംഘം. പ്രദേശത്തെ പാടങ്ങൾ തരിച്ചുകിടക്കുമ്പോഴാണ് ഇവർ കുഴൽക്കിണർ കുഴിച്ച് പുഞ്ചകൃഷി ഇറക്കിയത്. സംഘത്തിലെ 35 പേരുടെ പേരിലുള്ള 50 ഏക്കർ പാടത്തിൽ 4 ഏക്കറിലാണ് ഇവർ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിച്ച് പുഞ്ചകൃഷി ഇറക്കിയത്. പാടത്ത് നെൽവിത്ത് വിതച്ചതു മുതൽ മക്കളെ പോലെ പരിപാലിച്ചു. കിളികളിൽ നിന്നും കാടിറങ്ങിയെത്തുന്ന കാട്ടുമൃഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ചും ഉറക്കമൊഴിച്ചും വിളകാത്തുന്നതിന് ഇവർക്ക് ഫലവും കിട്ടി. പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കൊയ്തെടുക്കുന്ന സന്തോഷത്തിലാണ് ഇവരിപ്പോൾ. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ നെൽകൃഷി ഇറക്കുന്നതെന്നും അതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായം ലഭിക്കണമെന്നുമാണ് സംഘം പ്രസിഡന്റ് ഭാസ്കരൻ പറയുന്നത്. വെള്ളത്തിന്റെ ദൗർലഭ്യം കാര്യമായിട്ടുണ്ട്. വയനാട് കൊടും വരൾച്ചയിലായതുകൊണ്ട് തന്നെ ഈ നെൽകൃഷി നിലനിന്ന് പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കർഷക സംഘം, നെൽക്കതിർ കർഷക സംഘം ബോറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് നഞ്ച നെൽകൃഷി നിലനിർത്തി പോകുന്നതിന് വേണ്ടി കൃഷി ചെയ്ത് പോരുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലനിർത്തി പോകുന്നതിന് സർക്കാർ തലത്തിൽ നിന്നും മറ്റും ഒട്ടനവധി സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നാൽ ഈ കൃഷിയെ വ്യാപിപ്പിക്കുകയും പുഞ്ച നെൽകൃഷിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. വയനാട് ന്യൂസ്, ബത്തേരി. മികച്ച വരുമാനം ലഭിച്ചു തുടങ്ങിയതോടെ വയനാട്ടിലെ വയലുകൾ തീറ്റപ്പുൽ കൃഷിയിലേക്ക് വഴിമാറുന്നു. 1 കിലോ തീറ്റപ്പുല്ലിന് 4 രൂപ വരെയാണ് ഇപ്പോൾ മാർക്കറ്റ്. വാഴകൃഷിയേക്കാളും നെൽകൃഷിയേക്കാളും ആദായകരവും എളുപ്പവുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കർഷകർ വൻതോതിൽ തീറ്റപ്പുൽ കൃഷിയിലേക്ക് തിരിയുന്നത്. CO3, CO4 ഇനത്തിൽപ്പെട്ട പുല്ലാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പരിപാലിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വയലിലും കരയിലും തീറ്റപ്പുൽ കൃഷി ചെയ്യാം. ചാണകവെള്ളവും യൂറിയ വളവും മതി എന്നതാണ് തീറ്റപ്പുൽ കൃഷി എളുപ്പമാക്കുന്നത്. മാസത്തിൽ 2 തവണ വിളവെടുക്കാം. 1 തവണ പാകിയ പുൽവിത്തിൽ നിന്ന് 3 വർഷം വരെ തുടർച്ചയായി വിളവ് കിട്ടും. 3.5 രൂപ മുതൽ 4 രൂപ വരെയാണ് തീറ്റപ്പുല്ലിന്റെ മാർക്കറ്റ് വില. ക്ഷീരമേഖലയ്ക്ക് താങ്ങാവുന്ന ഈ കൃഷി കാലിത്തീറ്റയുടെ ലഭ്യത ഏതു കാലാവസ്ഥയിലും ഉറപ്പാക്കുന്നു. വേനലിൽ പുല്ല് നനച്ചുകൊടുക്കാൻ സൗകര്യമുണ്ടാകണം. തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ മൃഗസംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും ധനസഹായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. മികച്ച വരുമാന പ്രതീക്ഷയുള്ളതിനാൽ നിരവധി കർഷകരാണ് ഈ രംഗത്തേക്ക് തിരിയുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക, ജൈവ പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് വളർത്തി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക എന്ന സന്ദേശത്തിന്റെ ഭാഗമായി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ പച്ചക്കറി കൃഷിയിൽ മാതൃകയാവുന്നു. വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷി ഒരുക്കിയിരിക്കുന്നത്. പയർ, വെണ്ട, ചീര, തക്കാളി, കോവയ്ക്ക തുടങ്ങിയ 25-ൽ പരം പച്ചക്കറികളാണ് ജൈവമാതൃകയിൽ കൃഷി ചെയ്യുന്നത്. ക്യാരറ്റും ഉള്ളിയും ഒഴികെ മുഴുവൻ പച്ചക്കറികളും വീട്ടിൽ തന്നെ കൃഷി ചെയ്താണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ അമിത കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മൂലം സ്ഥിരമായി പച്ചക്കറി കഴിക്കുന്നവർ രോഗികളായി മാറുന്ന സാഹചര്യം ഉൾക്കൊണ്ടാണ് വീട്ടുമുറ്റത്ത് പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതി KJ പോളും കുടുംബവും തുടങ്ങിയത്. 15 വർഷത്തോളമായി യാതൊരു പച്ചക്കറികളും പുറത്തുനിന്നും വാങ്ങുന്നില്ല. പൂർണ്ണമായും ജൈവരീതിയിലെ കൃഷികളായതിനാൽ കുട്ടികളടക്കം എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് കൃഷികൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാസം ഒരു ചെറിയ ഭാഗം പരിപ്പെടുത്തി പച്ചക്കറിയായും മറ്റൊരു സെഷൻ ഒരു മാസം കഴിയുമ്പോൾ ചെയ്യും. അങ്ങനെ നമ്മളൊരു 8-10 പ്രാവശ്യമായിട്ട് നട്ടാൽ നമുക്ക് ഈ 12 മാസക്കാലവും നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് പോലുള്ളത് മാത്രം പുറമേ നിന്ന് വാങ്ങുക. അതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഒരു ശീലം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. 1-ാം ക്ലാസ് 1-ാം തരം എന്ന സന്ദേശവുമായി മാതമംഗലം സ്കൂൾ. 1-ാം തരം ക്ലാസ് റൂം ഹൈടെക് ആക്കിയാണ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂൾ ഒരുങ്ങുന്നത്. കമ്പ്യൂട്ടറും പ്രൊജക്ടറും ശിശു സൗഹൃദ അന്തരീക്ഷവും ഒക്കെ ഒരുക്കിയാണ് സ്കൂൾ 1-ാം ക്ലാസ് റൂം ഹൈടെക് ആക്കിയത്. ഈ വർഷം മാതമംഗലം സ്കൂളിലെ 1-ാം ക്ലാസ്സിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് ഹൈടെക് ക്ലാസ് റൂമാണ്. ക്ലാസ്സിലേക്ക് സ്വാഗതമേകുക കുട്ടികളുടെ പ്രിയ കാർട്ടൂൺ കഥാപാത്രമായ ഡോറയും. ഉള്ളിലെത്തിയാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ക്ലാസ് റൂം ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നത്. 1-ാം ക്ലാസ് 1-ാം തരം എന്ന സന്ദേശവും നൽകുന്നുണ്ട്. ഇതിലൂടെ രക്ഷിതാക്കളെയും കുട്ടികളെയും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമാണ് ഉള്ളത്.
ഇതിനായാണ് PTA-യുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെ 1 ലക്ഷം രൂപ മുടക്കി മാതമംഗലം സ്കൂളിലെ 1ാം ക്ലാസ് ഹൈടെക് ആക്കിയിരിക്കുന്നത്. എല്ലാവിധ ഹൈടെക് സംവിധാനങ്ങളും ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ലാസ് റൂം ഡസ്റ്റ് ഫ്രീ ആക്കുന്നതിന്റെ ഭാഗമായി ബ്ലാക്ക് ബോർഡ് മാറ്റി പകരം വൈറ്റ് ബോർഡാക്കി. കൂടാതെ കമ്പ്യൂട്ടറും പ്രൊജക്ടറും ഒക്കെയായി സൂപ്പർ ഹൈടെക് ആണ് ഈ ക്ലാസ് റൂം. അകത്ത് ചുമരിൽ ആനയും തത്തയും എല്ലാം കൊണ്ടും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകും തന്റെ ക്ലാസ് റൂം. ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് നിർവഹിച്ചു. നൂൽപ്പുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീറ ഇസ്മായിൽ, അനിത, അനിൽ, PC ഗീത, MM പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാമത്തെ സന്ദേശം നൽകുന്നത് നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ ICT സാങ്കേതികവിദ്യകൾ, ഇന്റർനെറ്റ് സൗകര്യമൊക്കെ ക്ലാസ് മുറിയിൽ വേണം. അതിനുവേണ്ടി നമ്മൾ ക്ലാസ് മുറിയിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. അതുപോലെ തന്നെ വീഡിയോയും അതുപോലെ അനുബന്ധ സൗകര്യങ്ങളും പഠനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കളിപ്പെട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ക്ലാസ് മുറിയിൽ ആകർഷകമായ പഠന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്ടർ സ്ഥാപിച്ചു. ആ പ്രൊജക്ടർ സംവിധാനത്തോടുകൂടി നമുക്ക് ക്ലാസ് മുറിയിൽ നല്ല രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ. വയനാട് ന്യൂസ്, ബത്തേരി. SSIയുടെ നേതൃത്വത്തിൽ UP വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പഞ്ചദിന പ്രതിഭോത്സവ ക്യാമ്പിന് മീനങ്ങാട് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അഭിനയം, ചിത്രരചന, ആലാപനം, പ്രസംഗം തുടങ്ങി 10ഓളം വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ചയാവുക. ക്യാമ്പ് മീനങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D. അസൈനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം P. ഓമന ടീച്ചർ അധ്യക്ഷയായിരുന്നു. SSI ജില്ലാ പ്രോഗ്രാം ഓഫീസർ MO സജി, ജോർജ് പീറ്റർ തുടങ്ങിയവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. 4 പതിറ്റാണ്ട് കാലത്തെ വൈദിക ശുശ്രൂഷ മാതൃകാപരമായി പൂർത്തീകരിച്ച് പുൽപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി TP മാത്യൂസ് എപ്പിസ്കോപ്പയ്ക്ക് ഈ മാസം 28-ന് യാത്രയയപ്പ് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കും. IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു പ്രകാശ് തുടങ്ങിയവർ സംസാരിക്കുമെന്ന് ഭാരവാഹികളായ ബാബു, ബിജു തണ്ടിയത്ത്, തങ്കച്ചൻ മടക്കര എന്നിവർ അറിയിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷനായി അഭിനന്ദ എബ്രഹാം എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കുന്നു. ശ്രീ TS ദിലീപ് കുമാർ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ബിന്ദു പ്രകാശ് പ്രസിഡന്റ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഇന്ന് സമാപിക്കും. 2 മാസമായി ജില്ലയിൽ 10 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ 1175 കുട്ടികൾ പങ്കെടുത്തെന്ന് സംഘാടകർ അറിയിച്ചു. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്കും നിർധനരായ കുട്ടികൾക്കും പരിശീലനം സൗജന്യമായിരുന്നു. പരിശീലനം നൽകിയ വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുത്ത അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 18 വിഭാഗം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് താഴെയാരപ്പറ്റയിൽ ഫുട്ബോൾ ഫെസ്റ്റ് ആരംഭിച്ചതായും അക്കാദമി ചെയർമാൻ കമറുദ്ദീൻ അറക്കൽ, മുഖ്യപരിശീലകൻ ഷഫീഖ് P. ഹസൻ, ഫൈസൽ ബാബു എന്നിവർ അറിയിച്ചു. 350ഓളം കുട്ടികൾ ഇപ്പോൾ അരപ്പറ്റയിൽ നമ്മൾ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ സമ്മർ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. ആ സമ്മർ ഫെസ്റ്റിവലിന് ഒരു ഓവറോൾ പിക്ചറാണിത്. അതിനകത്ത് നമ്മൾ ഫോറിൽ നിന്നും 2 കോച്ചുമാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തിരുന്നു. അതിലൊന്ന് മൂസ എന്ന് പറയുന്ന ആൾ നമ്മുടെ ബത്തേരിയിലെ ഹെഡ് കോച്ചാണ്. അതുപോലെ മിസ്റ്റർ സുരൻ കോട്ടയത്തിൻ്റെ ഹെഡ് കോച്ചാണ്, UEFA പ്രോ ലൈസൻസ് കോച്ചാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. നെന്മേനി പഞ്ചായത്തിലെ 9 വയസ്സുകാരി മെഡിക്കൽ കോളേജിൽ. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ കേസ്. കാഞ്ഞിരത്തിനാൽ ഭൂമി സമരം 650 ദിവസം പിന്നിട്ടു. മദ്യശാല മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 10 ഇടതു മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തു നൽകിയെന്ന് സമരസമിതി. ചരിത്ര സംഭവമെന്നും സമിതി. വിശുദ്ധ റംദാന വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. വയനാട്, മലപ്പുറം ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മാവോവാദി ചാവേർ ആക്രമണ ഭീഷണി. നക്സൽ ബാരി ദിനത്തിൽ മാവോയിസ്റ്റ് ദളങ്ങൾ ഒത്തുചേരുമെന്ന് സൂചന. മെയ് 30-ന് ജില്ലയിൽ മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിടും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.